പാണ്ഡവരെ രക്ഷിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കയ്യിൽ ഒരു നല്ല പദ്ധതിയില്ലായിരുന്നുവെങ്കിൽ എണ്ണത്തിൽ വളരെ കൂടുതലായിരുന്ന കൗരവരെ പാണ്ഡവർക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: തനിച്ച് കഠിനാധ്വാനം ചെയ്യുന്നത് മാത്രം പോരാ, ശരിയായ വഴികാട്ടിയും അത്ര തന്നെ പ്രധാനമാണ്. നിങ്ങൾ എത്ര നല്ലവനാണെങ്കിലും നിങ്ങളുടെ കൂട്ടുകെട്ട് മോശമാണെങ്കിൽ നിങ്ങളുടെ പരാജയം ഉറപ്പാണ്. നിങ്ങൾ തെറ്റായ വഴിയിലാണെങ്കിലും നിങ്ങളുടെ കൂടെ നല്ല ആളുകളുണ്ടെങ്കിൽ, നിങ്ങൾ അവരിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിജയം ഉറപ്പാണ്. ഓർക്കുക, കൗരവരുടെ കൂടെ ചതി പഠിപ്പിക്കുന്ന ശകുനി ഉണ്ടായിരുന്നു. പാണ്ഡവരുടെ കൂടെ ധർമ്മത്തിന്റെ വഴി കാണിക്കുന്ന ശ്രീകൃഷ്ണനും ഉണ്ടായിരുന്നു. കൂട്ടുകെട്ടാണ് ഒരു മനുഷ്യനെ നല്ലവനും ചീത്തയുമാക്കുന്നത്. കാലിടറി വീണു എന്നതിനർത്ഥം നിങ്ങൾ യാത്ര നിർത്തി എന്നല്ല, മറിച്ച് ഇനി കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ടു പോകണമെന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ കഴിഞ്ഞ കാലത്തേക്ക് നോക്കുക. സന്തോഷം കാണണമെങ്കിൽ ഭാവിയിലേക്ക് നോക്കുക. എന്നാൽ യഥാർത്ഥ സമാധാനം വേണമെങ്കിൽ വർത്തമാനകാലത്തിൽ അറിവിന്റെ കണ്ണുകൊണ്ട് നോക്കുക. നിങ്ങളുടെ സ്വപ്നം എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. സ്വയം ചോദിക്കുക, നിങ്ങളുടെ സ്വപ്നത്തിനായി നിങ്ങൾ ആവശ്യത്തിന് ത്യാഗവും കഠിനാധ്വാനവും ചെയ്തിട്ടുണ്ടോ? ധൈര്യമുള്ളവരുടെ ലക്ഷ്യം ഒരിക്കലും പാതി വഴിയിൽ അവസാനിക്കില്ല. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സ്വയം ബഹുമാനിക്കാൻ പഠിക്കുക. ആത്മവിശ്വാസമെന്നത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുന്നതാണ്. ആരെങ്കിലും പറയുന്നത് കേട്ട് അതിനെ മാറ്റരുത്. കാരണം മറ്റൊരാളുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ സത്യമാകണമെന്നില്ല. ബഹുമാനം നഷ്ടപ്പെടുത്തി എന്തെങ്കിലും നേടിയാൽ അതിന് ഒരു വിലയുമുണ്ടാകില്ല. ഓരോ സ്വപ്നത്തെയും നിങ്ങളുടെ ശ്വാസത്തിൽ സൂക്ഷിക്കുക. ഓരോ ലക്ഷ്യത്തെയും നിങ്ങളുടെ സംരക്ഷണത്തിൽ വയ്ക്കുക. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ കൺമുന്നിലുണ്ടെങ്കിൽ വിജയം തീർച്ചയായും നിങ്ങളെ തേടിയെത്തും. ഒരാളെ തോൽപ്പിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ ഒരാളുടെ ഹൃദയം നേടുന്നത് വളരെ പ്രയാസമാണ്. യഥാർത്ഥ വിജയം നേടണമെങ്കിൽ റിസ്ക് എടുക്കേണ്ടി വരും. ഒരു കോണിപ്പടി കയറാൻ താഴത്തെ പടിയിൽ നിന്ന് കാൽ മാറ്റേണ്ടി വരുന്നതുപോലെ ജീവിതത്തിൽ വിജയിക്കാൻ ചില പഴയ ശീലങ്ങളും സുഖങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും. പരാജയം നിങ്ങളെ തോൽപ്പിക്കുന്നത് നിങ്ങളുടെ തീരുമാനം ദുർബലമാകുമ്പോൾ മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ ആവേശവും ധൈര്യവും ശക്തമാണെങ്കിൽ ഒരു പരാജയത്തിലും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ആദ്യം പ്രയാസമുള്ള ജോലികൾ ചെയ്യുക, എളുപ്പമുള്ള ജോലികൾ തനിയെ ശരിയായിക്കൊള്ളും. ഇപ്പോഴും ഓർക്കുക, ആരുടെയെങ്കിലും കാലിൽ വീണ് കെട്ടുന്ന വിജയത്തേക്കാൾ എത്രയോ നല്ലതാണ് സ്വന്തം കാലിൽ നിന്ന് സ്വയം എന്തെങ്കിലും ആയിത്തീരുന്നത്. ജീവിതം ഒരിക്കലും എളുപ്പമുള്ള ഒന്നല്ല. അതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ പോരാടണം. അതിനെ എളുപ്പമാക്കാൻ വേണ്ടി ബുദ്ധിയോടെ ജീവിക്കണം. മറ്റുള്ളവരുടെ അടിമകളായി സന്തോഷിക്കുന്നവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് ഒരിക്കലും അറിയാൻ കഴിയില്ല. സ്വതന്ത്രനായി സ്വന്തം ദുഃഖങ്ങളെ നേരിടുന്നതാണ് യഥാർത്ഥ മനുഷ്യത്വം. നിങ്ങളുടെ സാഹചര്യം എത്ര മോശമാണെങ്കിലും നിങ്ങൾ സ്വതന്ത്രനാണെങ്കിൽ നിങ്ങൾ ശരിയായി ജീവിക്കുന്നു. വളരെ മധുരമായി സംസാരിക്കുന്ന എല്ലാവരും നല്ലവരാകണമെന്നില്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചതിക്കുന്നവരാണ് ഏറ്റവും മനോഹരമായി സംസാരിക്കുന്നത്. അതുകൊണ്ട് പുറമെയുള്ള രൂപം കണ്ട് ആരെയും വിശ്വസിക്കരുത്. സ്വന്തം ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് ശരിയും തെറ്റും തിരിച്ചറിയുക. നിങ്ങളുടെ കൈരേഖകളിൽ അധികം വിശ്വസിക്കരുത്. കാരണം കൈകളില്ലാത്തവർക്കും വിധിയുണ്ട്. എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്നവരുടെ വിധി തീർച്ചയായും മാറും. അവസരത്തിനും സൂര്യോദയത്തിനും ഒരു സാമ്യമുണ്ട്. വൈകിയെത്തുന്നവർക്ക് ഇവ രണ്ടും നഷ്ടപ്പെടുന്നു. ആരുടെയെങ്കിലും മോശം സമയത്ത് അവർക്കൊരു താങ്ങാവുക. കാരണം ആ മോശം സമയം ഒരു നാൾ കടന്നുപോകും. എന്നാൽ നിങ്ങൾ നൽകിയ സഹായവും നിങ്ങളുടെ സാമീപ്യവും അവർ ജീവിതകാലം മുഴുവൻ ഓർക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ വരുമ്പോൾ കുറച്ചുനേരം നിൽക്കുക, ആലോചിക്കുക. എന്നാൽ സമയം പോകുന്നതിനൊപ്പം നിങ്ങളുടെ പ്രായവും കടന്നുപോകുന്നതുവരെ നിങ്ങളുടെ സ്വപ്നം ഒരു സ്വപ്നം മാത്രമായി ഒതുങ്ങുന്നതുവരെ നിൽക്കരുത്. കഠിനാധ്വാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. അത് ശരിയായി ഉപയോഗിക്കാൻ പഠിച്ചാൽ വിജയം നിങ്ങളുടെ അടിമയാകും. ഏറ്റവും വലിയ ബലഹീനത തോൽവി സമ്മതിക്കുന്നതാണ്. വിജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഓരോ തവണ തോൽക്കുമ്പോഴും ഒരു തവണ കൂടി ശ്രമിക്കുക എന്നതാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അധികം ചിന്തിക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ളതിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ സാഹചര്യങ്ങളെയും സമയത്തെയും കുറ്റം പറയുന്നത് നിർത്തുക. നിങ്ങളുടെ ലക്ഷ്യം എത്ര ദൂരെയാണെങ്കിലും ഭയപ്പെടരുത്. കാരണം ഒരു നദി ഒരിക്കലും കടൽ ഇനി എത്ര ദൂരെയുണ്ടെന്ന് ചോദിക്കാറില്ല. അത് ശാന്തമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, ഒടുവിൽ ലക്ഷ്യത്തിലെത്തുന്നു.
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ, ചുറ്റും ഇരുട്ടു മാത്രം കാണുമ്പോൾ, എല്ലാ വഴികളും അടഞ്ഞതായി തോന്നുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ചോദ്യം വരാറുണ്ട്: ദൈവം എന്റെ വിഷമങ്ങൾ കാണുന്നില്ലേ? എന്റെ വേദനകൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ലേ? എന്നാൽ സത്യം ഇതാണ്: സുഖവും ദുഃഖവും ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ. പകലിന് ശേഷം രാത്രിയും രാത്രിക്ക് ശേഷം പകലും വരുന്നതുപോലെ ജീവിതത്തിലും നല്ല സമയവും മോശം സമയവും വരും. എന്നാൽ അതൊന്നും സ്ഥിരമല്ല. ലോകത്തിലെ എല്ലാ വാതിലുകളും അടയുമ്പോൾ ഒരു വാതിൽ എപ്പോഴും തുറന്നിരിക്കും. അത് ഈശ്വരന്റെ വാതിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷ ഈശ്വരനിൽ അർപ്പിക്കുക, ലോകത്തിലല്ല. ഈ ലോകത്ത് ആരെയും പൂർണ്ണമായി ആശ്രയിക്കരുത്. കാരണം ഇവിടെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ, ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ അർജുനനോട് പറഞ്ഞത് ഓർക്കുക: ഹേ അർജുന, നീ നിന്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മൾ നമ്മുടെ കർമ്മത്തെ ഒരു പ്രാർത്ഥന പോലെ ചെയ്യുമ്പോൾ ഭഗവാൻ തന്നെ നമ്മുടെ ജീവിതമാകുന്ന തോണിയുടെ അമരക്കാരനായി നമ്മെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റുന്നു. പലപ്പോഴും നമ്മൾ നിരാശരായി ഈശ്വരനോട് പരാതി പറയാറുണ്ട്. നമ്മൾ പറയും: ഭഗവാനെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയും: സാരമില്ല, ഞാൻ നിന്നോട് ക്ഷമിക്കാം. നമ്മൾ പറയും: ഭഗവാനെ, എന്റെ ജീവിതം മുഴുവൻ ദുഃഖമാണ്. ഭഗവാൻ പറയും: വിഷമിക്കേണ്ട, ഞാൻ എല്ലാം ശരിയാക്കാം. നമ്മൾ പറയും: ഭഗവാനെ, എനിക്ക് ആരുമില്ല, ഞാൻ തനിച്ചാണ്. ഭഗവാൻ പറയും: അതെങ്ങനെ ശരിയാകും? ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. നമ്മൾ പറയും: ഭഗവാനെ, ഞാൻ വളരെ സങ്കടത്തിലാണ്. അപ്പോൾ ഭഗവാൻ പറയും: ഒന്ന് കണ്ണു തുറന്നു നോക്കൂ, ഞാൻ എപ്പോഴും നിനക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഈ ഒരു പ്രാർത്ഥന മാത്രം മതി: ഭഗവാനെ, എപ്പോഴെങ്കിലും ഞാൻ അങ്ങയുടെ കൈ വിട്ടുപോയാൽ അങ്ങ് എന്റെ കൈ വിടരുതേ. ഞാൻ അങ്ങയെ എന്റെ കൂടെ വിളിക്കാൻ മറന്നുപോയാലും അങ്ങ് എന്റെ കൂടെയുണ്ടാകാൻ മറക്കരുതേ. ഇതാണ് യഥാർത്ഥ വിശ്വാസം. ഇതാണ് യഥാർത്ഥ ഭക്തി. ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം ഇതാണ്: പാവപ്പെട്ടവരെ ഉപദ്രവിക്കാനുള്ള ശക്തി നമുക്കാവശ്യമില്ല. മറ്റൊരാളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന സ്വഭാവം നമുക്കാവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ അഹങ്കാരമുണ്ടാക്കുന്ന അറിവും നമുക്കാവശ്യമില്ല. ശ്രീകൃഷ്ണൻ പറയുന്നു: നിന്റെ ക്ഷമയുടെയും നിന്റെ നന്മയുടെയും യഥാർത്ഥ പരീക്ഷണം നടക്കുന്നത് കഠിനമായ സമയത്താണ്. സാഹചര്യം നിങ്ങൾക്കെതിരാകുമ്പോൾ ഏറ്റവും നല്ല മറുപടി മൗനമാണ്. ജീവിതത്തിൽ പലതും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ നമ്മുടെ ക്ഷമയാണ് ഏറ്റവും മോശം അവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത്. ഒരിക്കൽ ഒരാൾ ഭഗവാനോട് ചോദിച്ചു: ഭഗവാനെ, അങ്ങ് മനുഷ്യന് എല്ലാം നൽകി, എന്നാൽ ഒരു കാര്യം മാത്രം അങ്ങ് അവന് നൽകാതെ ഒളിപ്പിച്ചുവെച്ചു. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഞാൻ സമാധാനത്തെ എന്റെ കാൽ കീഴിലാണ് ഒളിപ്പിച്ചത്. മനുഷ്യൻ അതിനെ ലോകം മുഴുവൻ തേടി നടക്കും. എന്നാൽ അവസാനം അവനാ സമാധാനം എന്റെ അരികിൽ വരുമ്പോൾ മാത്രമേ ലഭിക്കൂ. എന്നിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നവൻ അവൻ തന്നെയാണ് യഥാർത്ഥ ആനന്ദം നേടുന്നത്. ഭഗവാൻ പറയുന്നു: ഈ ലോകത്ത് രണ്ടു തരം ആളുകളാണ് വിജയിക്കുന്നത്. ഒന്ന്, എല്ലാ സാഹചര്യങ്ങളോടും പൊരുതി ജയിക്കുന്നവർ. രണ്ട്, ഈശ്വരനിൽ പൂർണ്ണമായി വിശ്വസിച്ച് എല്ലാ സാഹചര്യങ്ങളെയും ക്ഷമയോടെ നേരിടുന്നവർ. സ്വന്തം വിധിയിൽ മാത്രം വിശ്വസിക്കുന്നവന് അവന്റെ വിധിയിൽ എഴുതിയതു മാത്രമേ ലഭിക്കൂ. എന്നാൽ സ്വന്തം കഠിനാധ്വാനത്തിലും കർമ്മത്തിലും ഭക്തിയിലും വിശ്വസിക്കുന്നവനു വേണ്ടി അവൻ ആഗ്രഹിക്കുന്നത് ഈശ്വരൻ എഴുതുന്നു. കർമ്മത്തിന്റെ നിയമം ഒരിക്കലും മാറാത്ത ഒന്നാണ്. നിഘണ്ടുവിൽ ലക്ഷക്കണക്കിന് വാക്കുകളുണ്ടായിട്ടും ചില സമയങ്ങളിൽ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലോകത്ത് ആയിരക്കണക്കിനു നിറങ്ങളുണ്ടായിട്ടും ലാളിത്യത്തിന്റെ വെളുത്ത നിറമാണ് ഏറ്റവും നല്ലത്. കഴിക്കാൻ ലോകം മുഴുവൻ വിഭവങ്ങളുണ്ടായിട്ടും ഉപവാസമെടുക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ടായിട്ടും കണ്ണുകൾ അടച്ച് സ്വന്തം ഉള്ളിലേക്ക് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഉള്ളിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥ യാത്ര. സ്വന്തം ആത്മാവിനെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവ് ലഭിക്കുന്നത് നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമാണ്. സ്വർണലങ്കയും പുഷ്പക വിമാനവും രാവണന്റെ കയ്യിലായിരുന്നു. എന്നാൽ ശ്രീരാമൻ 14 വർഷത്തെ വനവാസമാണ് അനുഭവിച്ചത്. രാജ്യം കംസന്റെ കയ്യിലായിരുന്നു. എന്നാൽ ശ്രീകൃഷ്ണൻ ജനിച്ചത് ജയിലിലാണ്.
വലിയ കൊട്ടാരങ്ങളിൽ കൗരവരാണ് ജീവിച്ചത്. എന്നാൽ വനവാസത്തിന്റെ കഷ്ടപ്പാടുകൾ പാണ്ഡവർക്കാണ് അനുഭവിക്കേണ്ടി വന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: പോരാട്ടം എപ്പോഴും സത്യത്തിന്റെ കൂടെയാണ് ഉണ്ടാകുന്നത്. സത്യത്തിനു വേണ്ടി സാക്ഷാൽ ഭഗവാന് പോലും ഇത്രയധികം കഷ്ടപ്പെടേണ്ടി വന്നുവെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യർ മാത്രമാണ്. സത്യത്തിന്റെ വഴി എളുപ്പമുള്ള ഒന്നല്ല. എന്നാൽ ആ വഴിയിലൂടെ നടക്കുന്നവരെയാണ് ചരിത്രം എപ്പോഴും ഓർക്കുന്നത്. ഹൃദയത്തിൽ നന്മയുള്ളവർ ജീവിതത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കാം. എന്നാൽ അങ്ങനെയുള്ളവരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. ജീവിതമാകുന്ന പുസ്തകത്തിന് ക്ഷമയുടെ ഒരു പുറംചട്ട അത്യാവശ്യമാണ്. കാരണം അത് മാത്രമാണ് ഓരോ താളിനെയും ഒരുമിച്ചു നിർത്തുന്നത്. അതിര് എന്നത് വെറുമൊരു വരയല്ല, അതൊരു നിർവചനമാണ്. സ്നേഹത്തിന്റെ, ക്ഷമയുടെ, സൗഹൃദത്തിന്റെ, ശത്രുതയുടെയും. എപ്പോഴും അതിരുകൾക്കുള്ളിൽ ജീവിക്കുന്നവർ ഒരു സാധാരണ മനുഷ്യനായി ഒതുങ്ങിപ്പോകുന്നു. എന്നാൽ സമയം വരുമ്പോൾ തെറ്റായ അതിരുകളെ തകർക്കുന്നവർ അവർ തന്നെയാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ആകാശത്ത് കറുത്ത മേഘങ്ങൾ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചുറ്റും ഇരുട്ട് പരക്കുന്നു, മേഘങ്ങൾ ഗർജിക്കുന്നു, ശക്തമായ മഴ പെയ്യുന്നു. എല്ലാ മൃഗങ്ങളും പക്ഷികളും തങ്ങളുടെ കൂടുകളിൽ പോയി ഒളിക്കുന്നു. എന്നാൽ ഒരു ജീവിയുണ്ട്, ആ ഗർജിക്കുന്ന മേഘങ്ങളെയും ഇടിമിന്നലിനെയും പേമാരിയെയും പേടിച്ചൊളിക്കാതെ അവയ്ക്കും മുകളിലൂടെ പറന്നുയരുന്ന ഒരു ജീവി. ആ ജീവിയാണ് പരുന്ത്. ഇതാണ് തോൽക്കുന്നവരും ജയിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. ഈ പോരാട്ടം തോൽവിയുടെയും ജയത്തിന്റേതുമല്ല, മറിച്ച് നമ്മുടെ പ്രശ്നത്തിന്റെയും നമ്മുടെ ചിന്തയുടെയുമാണ്. നിങ്ങളുടെ ചിന്ത ചെറുതാണെങ്കിൽ ചെറിയൊരു പ്രശ്നം പോലും ഒരു മല പോലെ വലുതായി തോന്നും. എന്നാൽ നിങ്ങളുടെ ചിന്ത വലുതും പോസിറ്റീവുമാണെങ്കിൽ മല പോലെയുള്ള വലിയ പ്രശ്നവും ചെറുതായി മാറും. ഈ ലോകത്തുള്ളവരോട് സംസാരിക്കാൻ നമുക്ക് ഫോണിന്റെ ആവശ്യമുണ്ട്. എന്നാൽ ഭഗവാനോട് സംസാരിക്കാൻ നമുക്ക് മൗനത്തിന്റെ ആവശ്യമുണ്ട്. ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പണം നൽകണം. എന്നാൽ ഭഗവാനോട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയം നൽകണം. ലോകത്തിന്റെ ആകർഷണങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന മനുഷ്യൻ ചിതറിപ്പോകുന്നു. ഈശ്വരനുമായി ചേരുന്നവൻ പ്രകാശിക്കുന്നു. ദേഷ്യത്തിൽ പറയുന്ന ചില കടുത്ത വാക്കുകൾക്ക് നമ്മുടെ വർഷങ്ങളുടെ ബന്ധങ്ങളെ ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ കഴിയും. അതേസമയം സ്നേഹത്തോടെ പറയുന്ന 2 നല്ല വാക്കുകൾക്ക് അപരിചിതനായ ഒരാളെപ്പോലും എന്നേക്കുമായി സ്വന്തമാക്കാൻ കഴിയും. ശ്രീകൃഷ്ണൻ പറയുന്നു, നീ രാത്രി ഉറങ്ങുന്നതിനു മുൻപ് എല്ലാവരോടും ക്ഷമിക്കുക. ഞാൻ രാവിലെ നീ എഴുന്നേൽക്കുന്നതിനു മുൻപ് നിന്നോട് ക്ഷമിക്കാം. ജീവിതത്തിൽ ദുഃഖങ്ങളോ സുഖങ്ങളോ സ്ഥിരമല്ല. ഇന്നത്തെ സാഹചര്യം നാളെ മാറും. ഇന്ന് സമയം മോശമാണെങ്കിൽ വിശ്വസിക്കുക, നാളെ നല്ലതും വരും. നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഫലം എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈശ്വരനാണ്.